ഒളിമ്പിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചയായി നമ്മൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമാണ്. അന്ന് കേരളമൊട്ടുക്കും ഇന്ത്യയൊട്ടുക്കും ലോകമൊട്ടുക്കും എന്ന് പറഞ്ഞ പോലെ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. അപ്പം അതിൻ്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും ശക്തമായ രീതിയിൽ ഏറ്റവും സ്കൂളുകളെയും കുട്ടികളെയൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടത്തിയിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല തന്നെയാണ്. ഏതാണ്ട് 2000-ൽ പരം ആൾക്കാർ മാർച്ചിൽ പങ്കെടുക്കുന്നു. അതുപോലെ 1500 കുട്ടികൾക്ക് നമ്മൾ ഒളിമ്പിക് ചിഹ്നം പതിച്ചിട്ടുള്ള ജേഴ്സി കൊടുക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ധാരാളം കേന്ദ്രങ്ങളിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ 150-ൽ പരം സ്കൂളുകൾ വളരെയധികം ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാ സ്കൂളുകൾക്കും ഔദ്യോഗികമായ രീതിയിൽ തന്നെ സർക്കുലർ എത്തിച്ചിട്ടുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സർക്കുലർ എല്ലാ സ്കൂളുകളിലും നമ്മളുമായി സഹകരിക്കണം എന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളുകളും നമ്മളെ പാർട്ടായിട്ട് അന്ന് ഒളിമ്പിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി ചെറിയ അതാത് സ്ഥലങ്ങളിൽ റാലി നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല പരിപാടികളും ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം പല സ്കൂളുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മയിൽ ഭാഗത്ത് മട്ടന്നൂർ, ഇങ്ങനെയുള്ള പയ്യന്നൂർ, തലശ്ശേരി, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ സ്കൂളുകൾ ഇൻവോൾവ്മെൻറ്റിൽ ഇപ്പോഴും പരിപാടി നടന്നുണ്ട്. കഴിഞ്ഞ ദിവസം കറാട്ടയുടെയും ജൂഡോയുടെയൊക്കെ പരിപാടികൾ പല സ്കൂളുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിവിധ അസോസിയേഷനുകൾ, ഏതാണ്ട് 10-28 അസോസിയേഷനുകൾ നമ്മൾ ഈ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിൽ ബാഡ്മിൻ്റൺ ആയാലും ഫുട്ബോൾ, വോളിബോൾ, അതുപോലെയുള്ള എല്ലാ അസോസിയേഷനുകളും അവരവരുടെ ഒരു ചെറിയ പ്രോഗ്രാം, ഒരു ഷോർട്ട് ഒരു ടൂർണമെൻറ്റ് നടത്തുക. ഇപ്പം ബാഡ്മിൻ്റൺ ആണെങ്കിൽ 1 ഡേ ടൂർണമെൻറ്റ്, അതുപോലെ കബഡി ആണെങ്കിൽ 1 ഡേ പ്രോഗ്രാം, ജൂഡോ ആണെങ്കിൽ അങ്ങനെ, കറാട്ടെ 2-3 സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ, അതായത് ജില്ലയിൽ ഒട്ടാകെ ഒരു ഒളിമ്പിക് വേവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികൾ നടത്തുന്നത്. നമ്മളൊരു ജില്ലാ കേന്ദ്രത്തിൽ മാത്രം പരിപാടി നടത്തി ഇവിടെ കുറച്ച് ആൾക്കാരുടെ മുന്നിലൂടെ ഒരു റാലി മാത്രം നയിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ കൂടുതൽ നമ്മൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതൊരു വേവ് ഉണ്ടാക്കുക, ഒരു ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് സ്പോർട്സ് അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതിൽ ഇപ്രാവശ്യം വളരെ ശക്തമായ ഒരു സ്ലോഗൻ കൂടി ഒളിമ്പിക് അസോസിയേഷൻ ഉയർത്തിയിട്ടുണ്ട്. മയക്കുമരുന്നിന് പകരം കായികം, അങ്ങനെ ഒരു സ്ലോഗൻ കൂടി ഉയർത്തിയിട്ടുണ്ട്. മയക്കുമരുന്നിന് പകരം കായികം എന്നുള്ള കായിക പരിപാടികൾ ഇൻവോൾവ് ചെയ്യുക. ഇതെല്ലാം ഒരു വളരെ അഡിക്ഷനുള്ള ഒരു ഫീൽഡാണ്. സ്പോർട്സും ഒരു അഡിക്ഷനുള്ള ഫീൽഡാണ്. നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര അഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മയക്കുമരുന്നിൽ നിന്ന് ആ അഡിക്ഷനിൽ നിന്ന് സ്പോർട്സിലേക്കുള്ള അഡിക്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു സ്ലോഗൻ ഉയർത്താനുള്ള കാരണം, മയക്കുമരുന്നിന് പകരം കായികം. അതാണ് ഈ വർഷം കേരളമൊട്ടുക്കും നമ്മുടെ കേരള ഒളിമ്പിക് അസോസിയേഷനാണ് അതിൻ്റെ മുൻകൈ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെല്ലാ സ്കൂളുകളിലും ഈ ഒരു സ്ലോഗൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടികൾ നടത്തേണ്ട അതുവരുമായൊക്കെ സഹകരിക്കുന്നുണ്ട്. അവരോടുകൂടെയുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ NCC, NSS, സ്റ്റുഡൻറ്റ് പോലീസ്, അതുപോലെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അസോസിയേഷനുകൾ, അതുപോലെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ സഹകരിപ്പിച്ചു കൊണ്ടുള്ള പരിപാടിയായിട്ടാണ് നമ്മളിത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന രീതിയിലാണ് നമ്മൾ 23-ാം തീയതി സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ വെച്ച് ആരംഭിക്കുന്ന ഒരു റാലി നടത്തുന്നുണ്ട്. അതിലേതായാലും നമ്മൾ 2,000-3,000 ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു. കുട്ടികളോടൊക്കെ ധാരാളം കുട്ടികളും വിവിധ കായിക സംഘടനകളുടെ പാർട്ടിസിപ്പേഷൻ അതിലുണ്ട്. എല്ലാവരും അവരുടേതായ പാർട്ടിസിപ്പേഷൻ തീർച്ചയായും ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.